ഇപ്പൊ ഇതില് ജോജേട്ടൻ ആദ്യം ആലോചിച്ചിരുന്നു പറഞ്ഞു വേറൊരു സംവിധായകന് വേണ്ടിയിട്ട്. പിന്നീട് ഇപ്പൊ ഈ പുതിയ ഡയറക്ടർ നിങ്ങളുടെ വിനയൻ ഡയറക്ടർ വന്നപ്പോൾ പിന്നെ വീണ്ടും ജോജേട്ടൻ ആലോചിച്ചിരുന്നോ, വേറെ താരങ്ങളെ ആലോചിച്ചോ, എങ്ങനെയാണ് എല്ലാം വേറെ ഓപ്ഷൻസ് നോക്കിയിട്ടാണോ കിച്ചുവിലേക്ക് എത്തിയത്? ഇല്ല, വിനയന്റെ കാരണം വിനയൻ സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് തന്നെ പടം. ഇപ്പൊ വിനയന്റെ എന്തോരം ഫണ്ട് ഉണ്ടെന്നുള്ള കാര്യം വിനയന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞൊരു 1.5 CR തീർന്നൊരു പടം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ മുൻനിര നായകന്മാരെ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ചിന്തിച്ചില്ല. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വിനയൻ ചോദിച്ച്, ചേട്ടൻ വിളിച്ചാൽ വന്ന ആർട്ടിസ്റ്റ് ആരായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്ന കിച്ചുവിനെയാണ്. അങ്ങനെ കിച്ചു വിളിച്ച്, കിച്ചു ചാടിക്കറി ഒക്കെ പറഞ്ഞില്ല, കിച്ചു എന്നോട് നീ സ്ക്രിപ്റ്റ് ആയിട്ട് പോവാ, ട്രിവാൻഡ്രത്ത് വി സുകുമാർ സാറിൻ്റെ പടം ഒന്ന് നടന്നുകൊണ്ടിരിക്കണേ, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും വിനയനും കൂടി കോവളത്ത് പോയിട്ട് കഥ പറഞ്ഞപ്പോൾ കിച്ചു ഓക്കെ പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലത്തെ ഒരു സ്റ്റോറി പാറ്റേൺ ആണ്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ നോക്കേണ്ടി വന്നു, തന്നെ ലോക്ക് ചെയ്തു. ഇപ്പൊ ഷൂട്ടിംഗ് എല്ലാം ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ ഈ റിലീസ് ഇപ്പൊ കുറച്ച് വൈകാൻ കാരണം ഈ തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതിന്റെ ഒരു ഷൂട്ട് തീർന്ന് തിയേറ്ററിലേക്ക് ഇറക്കാന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അതെന്ന് വെച്ചാല് വിനയൻ തിരുവനന്തപുരത്ത് ഒരു നമ്പർ 1 ഇവന്റ് കമ്പനിയുടെ ഓണറാണ് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ വിനയൻ. അദ്ദേഹത്തിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വരാനും പിടിക്കാനും ഇതിൻ്റെ ഒപ്പം നിൽക്കാനുള്ളത്. പിന്നെ ഇത്തിരി ഡിലേ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ അങ്ങോട്ട് പോയല്ലോ. പിന്നെ ഇതിൻ്റെ പുറകെ ഓടാൻ ചിലപ്പോൾ 30 മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഡിലേ ആയിരുന്നു ഈ വന്നത്. പിന്നെ സ്വന്തമായിട്ട് പൈസ ഇറക്കി ചെയ്യുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാം. ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു 72 ഫിലിംസാന്ന് തോന്നുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഡയറക്ടർ അനൗൺസ് ചെയ്യുള്ളത്. ഡേറ്റ് ഡയറക്ടർ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്നാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഡേറ്റ് വിനയം പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആയിരിക്കുമല്ലേ. സെൻസർ ബോർഡ് ഇഷ്യൂ ഇനി ഒന്നും പ്രോബ്ലം ആക്കിയില്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ റിലീസിന് വരും. നമ്മുടെ സെൻസറിൽ പ്രോസസിംഗിലാണ്. അപ്പൊ എന്തെങ്കിലും അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഡിലേ വരും. അതുകൊണ്ടാണ് കറക്റ്റ് ഡേറ്റ്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം പോലെ ടെൻഷൻ ഉണ്ടോ? ഒരു റൈറ്റർ എന്ന രീതിയിൽ ഈ ഒരു ഇതിനെങ്ങനെ കാണുന്നു ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ? അതെ, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എവിടെയാണ് വെട്ട്, എവിടെയാണ് തിരുത്ത്. പിന്നെ ഇതിനകത്ത് പേരുകളിൽ ഇപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വലിയ തിരക്കില്ലാത്ത പേരാണ്. പേര് തന്നെയാണല്ലോ ഇപ്പോൾ മെയിൻ ഇഷ്യൂ ആയിട്ട്. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടം അവർക്ക് ബ്ലോക്ക് ചെയ്യാമെങ്കിൽ നമ്മളെപ്പോലത്തെ ചെറിയ പടത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥനയുണ്ട് എത്രയും പെട്ടെന്ന് അത് കിട്ടുക, സിനിമയിൽ റിലീസ് ചെയ്യുക. ആ ഒരു ടെൻഷനുണ്ട് നമുക്ക്. ഒരു പാട്ട് ഒരു മധുരക്കിനാവിൽ ലഹരിയിലെന്നോ കുടമുള്ള പൂവിരിഞ്ഞു, അതിലായിരം ആശകളാതൊരു പൊൻപൻ നേതു തേൻ വണ്ടു ഞാൻ, അഴകേ നീ തേൻ വണ്ടു ഞാൻ. ലൊക്കേഷനിലൊക്കെ പിന്നെ അതാണ് ഇപ്പൊ ഏട്ടൻ പറഞ്ഞത് തന്നെ പാട്ട് പാടി. പിന്നെ അതുപോലെ നമ്മള് ഡയലോഗ് ഉണ്ടല്ലോ, നമ്മള് ഡയലോഗ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ അസോസിയേറ്റ് ആയതുകൊണ്ട് നമ്മളാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഇവള് പറയോ, അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിട്ട് നമ്മളെ ഇത് ഇങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറയുമ്പോ ഡയലോഗ് കാണാപ്പോൾ നിങ്ങൾ പറഞ്ഞു എഴുതി. അവിടെ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഡയലോഗ് പഠിച്ചിട്ട് അവിടെ പോയി കളിയാണ്. പിന്നെ ആശാത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ സീനാണ്. ഞങ്ങള് ഒരു അന്ന് ലൈറ്റ് പോകുമായിരുന്നു. അപ്പൊ ഇവളുടെയും കിച്ചുവിന്റെയും ശ്രുതിജയന്റെയും, ശ്രുതിയാണ് ഇതിനകത്ത് ഹീറോയിൻ. അതെ അതെ അതെ. പിന്നെ ശ്രുതി നല്ലൊരു ശ്രുതി അത്യാവശ്യം തിരക്കായതുകൊണ്ടാണ് ശ്രുതി ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അവള് ഒരു ഡാൻസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് കിടക്കണേ. നല്ലൊരു ആർട്ടിസ്റ്റാണ്, പറയാൻ പറ്റില്ല. അപ്പൊ ഇവരായിട്ടുള്ള കോമ്പിനേഷൻ. ശ്രുതിക്ക് പിറ്റേ ദിവസം പോവുകയും വേണം. ഇവളുണ്ട് ഇതിനകത്ത്. ഇവള് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കൂല. എന്നിട്ട് ഞങ്ങൾ ഒരു സ്പ്രേ ഇല്ലേ, സ്പ്രേ ഒക്കെ വെച്ച് അടിച്ച് കരഞ്ഞ് പിടിപ്പിച്ച് അത് ഇരിച്ച് അടിച്ച് അങ്ങനെയൊക്കെ വിളിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെലിബ്രിറ്റിയാണ് അവിടെ വരുമ്പോഴത്തേക്കും. ബേബി സൂപ്പർ സ്റ്റാർ ഫസ്റ്റ് സിനിമ അല്ലേ? അതെ, നാളെ പിടിച്ചാൽ കിട്ടൂല.